ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ അതിരൂക്ഷമായി അടിച്ചമർത്തുന്ന ഒരു പുതിയ ഇന്ത്യയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്നാൽ കേവലം 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, അത് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള നിരന്തരമായ സംവാദമാണെന്ന അടിസ്ഥാന തത്വം പോലും ഇന്നത്തെ ഭരണകൂടം മറന്നുപോകുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരമനുഷ്ഠിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സംഭവം ഇന്ന് രാജ്യത്ത് വൻ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കേവലം ഒരു അറസ്റ്റിനെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യ അന്തസത്ത നേരിടുന്ന വൻ വെല്ലുവിളികളെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി അഹിംസയിലൂന്നി ലോകത്തിന് കാണിച്ചു കൊടുത്ത ആത്മത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും സമരമാർഗത്തെ പോലും ഇന്നത്തെ ഭരണകൂടം ഭയപ്പെടുന്നു. നേരം പുലരും മുൻപ് സമാധാനപരമായി സമരം ചെയ്ത ഒരു മനുഷ്യനെ വെള്ളത്തുണി കൊണ്ട് മൂടി മഫ്തിയിൽ പോലീസ് കൊണ്ടുപോകുമ്പോൾ അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിന്റെ ക്രൂരതകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ED, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുവേണ്ട സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെയും മുഖ്യധാര മാധ്യമങ്ങളെയും വരും സ്വന്തം അധികാര വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന പൗരന്മാരെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം. ഈ അടിച്ചമർത്തലിന്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ വിദ്യാർത്ഥികളുമാണ്. പരീക്ഷകൾ പോലും കൃത്യമായി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കേന്ദ്ര ഏജൻസികൾ നിലംപതിച്ചിരിക്കുന്നു. നേരെ മറിച്ച് സർവകലാശാലകളിൽ വിമർശനാത്മകമായി ചിന്തിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്നത് തടയാൻ ആസൂത്രിതമായ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യോഗ്യതയുള്ള അധ്യാപകരെയും ഗവേഷകന്മാരെയും പുറത്തു നിർത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടും ഭരണകൂടത്തോടും മാത്രം വിധേയത്വമുള്ളവരെ വൈസ് ചാൻസലർമാരായും അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളായും തിരികെ കയറ്റുന്നു. സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്നീ പാഠശാഖകളെ തകർക്കുന്നതിലൂടെ ചിന്തിക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. സർക്കാരുകൾ എപ്പോഴും ഭയക്കുന്നത് ചിന്തിക്കുന്ന മനുഷ്യരെയാണ് എന്ന് ഷേക്സ്പിയറിന്റെ ജൂലിയോസ് സീസറിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഡൽഹിയിൽ കത്തുന്ന ചൂടിൽ ജന്തർ മന്ദറിൽ ഉപവസിക്കുന്ന ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ആ ഒരു ചിന്തിക്കുന്ന പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാജ്യദ്രോഹമല്ല, മറിച്ച് ജനാധിപത്യത്തെ ജീവനോടെ നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ്. മനുഷ്യാവകാശങ്ങളുടെ ആഗോള പ്രഖ്യാപനത്തിൽ ഉറപ്പു നൽകുന്ന ചിന്തിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള അവകാശം ഇന്ന് നാം പോരാടി നേടേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. പൗരന്റെ ചിന്താശേഷിയെ പരസ്യ പ്രചാരണങ്ങൾ കൊണ്ടും അടിച്ചമർത്തലുകൾ കൊണ്ടും ലഹരി പിടിപ്പിച്ച് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുക എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ്. ഗാന്ധിയൻ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എത്ര കാലം ഈ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാകും? Waytonikah.com, the exclusive Muslim matrimonial site.